ഹലോ ഫ്രണ്ട്സ്, മഴതോരു മൊബൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അപ്പച്ചൻ സ്റ്റാൻലിയുടെ മുറിയിലേക്ക് കയറി വരുവാണ് കേട്ടോ. അന്നേരം സ്റ്റാൻലി രാവിലെ തന്നെ മദ്യപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, ഇതെന്തുവാടാ 2 ഗ്ലാസ് ഒഴിച്ചു വെച്ചിരിക്കുന്നത്? അപ്പച്ചന് വേണമെങ്കിൽ വാ. എനിക്കൊന്നും വേണ്ട. നീ നിറച്ചെന്തിനാ ഇങ്ങനെ ഒഴിച്ചു വെച്ചിരിക്കുന്നത്? എനിക്ക് തന്നെയാണ്. അത് ശരി, 2 എണ്ണം നീ കഴിക്കാൻ പോവുകയാണോ? അതെ, ഒന്ന് തീർന്നു കഴിഞ്ഞാൽ അടുത്തത് കഴിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ പിന്നെ ഇപ്പോഴേ എന്തിനാണ് നീ ഒഴിച്ചു വെച്ചത്? കുടിക്കുന്ന സമയത്ത് ഒഴിച്ചാൽ പോരെ? ചില സമയത്ത് ആ നേരത്തിന് ഒഴിക്കാൻ പറ്റത്തില്ല. എടാ ലാലിച്ച, എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി. നീ അലീനയോട് വഴക്കാ അല്ലേ? അലീനെ വഴക്ക് പറഞ്ഞല്ലേ? അവളെ ഞാൻ വഴക്ക് പറഞ്ഞു. അവൾക്കൊരു എല്ല് കൂടുതലാണ്, ഒരു തല്ലിൻ്റെ കുഴപ്പമുണ്ട്. എടാ നിനക്ക് നാണമില്ലടാ നിനക്ക്? അപ്പച്ചൻ മിണ്ടിപ്പോവരുത്. ഞാൻ എന്നാൽ വാ പൊത്തിയിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് വാ പൊത്തിയിരിക്കാൻ കേട്ടോ. എന്നിട്ട് ഉടനെ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, ഈ സ്ത്രീകളെല്ലാം ഇങ്ങനെയാണോ? പുരുഷനൊന്നും ഒരു സ്വസ്ഥതയും കൊടുക്കില്ല. അവൾക്ക് മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നാൽ പോരെ? അവൾക്ക് ഞാൻ വാണിംഗ് കൊടുത്തതല്ലേ? അപ്പച്ചൻ ഇതെല്ലാം കേട്ടതല്ലേ? എന്നെ പുല്ല് പോലെ പറഞ്ഞതെല്ലാം അവഗണിച്ചു. എന്നിട്ട് വീണ്ടും കിച്ചണിൽ കയറി പൗലോസോട്ട് വഴക്കുണ്ടാക്കി. ഇതൊക്കെ അവളുടെ ധിക്കാരമല്ലേ? അപ്പച്ച എന്താ മിണ്ടാത്തത്? അയ്യോ, എനിക്ക് മിണ്ടാവോ? വാപത്തിരിക്കുകയാണല്ലോ. കളി പറയാതെ ചോദിച്ചതിന് മറുപടി പറ. എടാ മോനെ, അതിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പൗലോ തെമ്മാടിത്തരമല്ലേ കാണിച്ചത്? മീൻ മുറിച്ച് വെച്ചത് നീ കണ്ടില്ലേ? ഞാനും അവനെ 2 ചീത്ത പറഞ്ഞല്ലോ. അപ്പച്ചൻ അതെല്ലാം പറയും. പ്രായമായ ആളാണ്. പിന്നെ പൗലോസിനറിയാം അപ്പച്ചൻ പ്രായമായ ആളാണെന്ന്. അത് മാത്രമാണോ? പൗലോസ് വെറും ഒരു അടുക്കളക്കാരനാണോ? എത്ര വർഷമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നതാണ്. അവിടെ പോയിട്ട് ഇങ്ങനെയൊക്കെ വഴക്കുണ്ടാക്കുന്നത് ശരിയാണോ? അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്തെല്ലാം ഫങ്ഷൻസൊക്കെ നടക്കുന്നുണ്ട്. അതിനെല്ലാം അവൻ എത്ര പേർക്ക് ആഹാരമൊക്കെ വെച്ച് വിളമ്പിക്കൊണ്ടിരുന്നത് അല്ലേ? ആരെങ്കിലും ഇന്ന് വരെ അവനോട് ദുഷിച്ച് പറഞ്ഞിട്ടുണ്ടോ? അത് വെച്ച് നോക്കുമ്പോൾ അവൻ്റെ പകുതി പ്രായമുള്ളൊരു പെണ്ണ് അവൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നു, അവനെ ഭരിക്കാൻ നോക്കുന്നു. അപ്പോഴത്തെ വാശിക്ക് ചിലപ്പോൾ അവൻ വല്ല പൊങ്ങച്ചവും കാണിച്ചിട്ടുണ്ടാവും. അതിന് അവൾ അവനെ ഫയർ ചെയ്യാൻ നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? അടുത്ത് ഞാൻ നിൽക്കുന്നെന്ന് പോലും അവൾ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം തന്നെ അപ്പച്ചൻ പറയട്ടെ, പക്ഷേ അവളുടെ ആ ഫയറിങ്ങേ അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടടാ. ചങ്കിൽ തീപ്പൊരുള്ള പെണ്ണാണ്. നീ കണ്ടുകൊണ്ടല്ലേ നിന്നത് അവളുടെ സംസാരം? എന്തൊക്കെ പറഞ്ഞു നീ കുറച്ച് ഓവറാ അപ്പച്ച അതെല്ലാം. അത് ശരി, അപ്പോൾ പൗലോ കാണിച്ചത് പൊങ്ങച്ചോണോ? അവൻ കാണിച്ചത് അഹങ്കാരം. മുതലാളിയുടെ മകളാണ് എന്ന് മനസ്സിലാക്കിയിട്ടും ആ വില അവൾക്ക് കൊടുത്തോ? ഇല്ല. നീ പറഞ്ഞ നിൻ്റെ ജോലിക്കാരനുസരിക്കുന്നത് പോലെ അവൾ പറഞ്ഞാലും അവരനുസരിക്കണം. പൗലോ ആ നേരത്ത് അവൾ പറഞ്ഞത് അനുസരിച്ചില്ലായിരുന്നെങ്കിലേ ആ സമയം അവൻ്റെ ചെവിട്ട് അടി കിട്ടിയനെ. കൊട്ടാരമറ്റത്തിൽ ഔതക്കുട്ടിയുടെ മകളാ അവൾ, അറിയാമോ? റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകൾ. പൗലോയെ പോലെ ഒരു ഊച്ചാളിയുടെ മുൻപിൽ തല താഴ്ത്താനൊന്നും അവൾക്ക് പറ്റില്ലടാ ലാലിച്ച എന്നിങ്ങനെ പറയാട്ടോ. അന്നേരം ലാലിച്ചൻ പറഞ്ഞിട്ടും, ഇങ്ങനെയാണോ അപ്പച്ച സ്വന്തമായിട്ട് വിലയുണ്ടാക്കുന്നത്? എന്ത് സുഖസൗകര്യം വേണമെങ്കിലും ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ? പാസ്പോർട്ട് എടുത്ത് കൊടുക്കാം, ലോകത്തെല്ലാം ചുറ്റി നടക്കാമെന്ന് പറഞ്ഞു. എത്ര ലക്ഷം രൂപയാണ് വേണ്ടത്? അതെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട അവൾക്ക്. ഇവിടുത്തെ അടുക്കളയിൽ കയറി ചിലവ് ചുരുക്കൽ പരിപാടി മാത്രം മതി. എന്നിട്ടോ അതിലും കിട്ടുന്ന ലാഭം അവൾക്ക് വേണമെന്ന്. ലാലിച്ച, ആ അടുക്കള അവൾക്കങ്ങ് വിട്ടുകൊടുക്ക്. അവൾ അവളുടെ ഇഷ്ടം പോലെ നടത്തിക്കോട്ടെ. അത് ശരി. അപ്പോൾ ഇവിടെയുള്ള ജോലിക്കാരെല്ലാം പിണങ്ങി പിരിഞ്ഞു പോയാൽ ഞാൻ എന്ത് ചെയ്യും? 1-2 വർഷത്തിനകം ഇവളെ കല്യാണം കഴിപ്പിച്ച് വിടാം. അവൾ അവളുടെ ഇഷ്ടത്തിന് പോവും. പിന്നെ എൻ്റെ മനസ്സിനും വായിനും ഒക്കെ ഇണങ്ങിയ ഒരു കുക്കിനെ, ആഹാരം ടേസ്റ്റായിട്ട് കഴിക്കാനുള്ള ഒരു കുക്കിനെ ഞാൻ നീ എവിടെ പോയി കണ്ടെത്തും അപ്പച്ച എന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ്റെ മുന്നിൽ നിൽക്കുകയാണ് കേട്ടോ സ്റ്റാൻലി. ഒരു കണക്ക് നോക്കിയാൽ നീ പറഞ്ഞതും ശരി തന്നെയാണ്. അവൾക്ക് ആരെങ്കിലുമൊക്കെ ഭരിക്കണം, അതാണോ അവളുടെ ആവശ്യം? അവൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം തലയിടണം, എന്നിട്ട് ടെൻഷൻ ഉണ്ടാക്കി വെക്കണം. അപ്പൻ്റെയും ആങ്ങളുടെയും ഭർത്താവിൻ്റെയും ഒക്കെ വാക്കുകളൊക്കെ ധിക്കരിക്കണം. അതാ ചില ആൾക്കാരുടേത്. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരുന്നു. അതെന്താ? അപ്പച്ചൻ്റെ മക്കളാരെങ്കിലും അങ്ങനെയാണോ എന്ന് സ്റ്റാൻലി ചോദിക്കുക. എടാ, നിൻ്റെ അമ്മയെ നിനക്ക് അറിയത്തില്ലേ? അമ്മ അനാവശ്യ കാര്യങ്ങളിലൊന്നും തലയിടാറില്ല. അപ്പച്ചനോട് അമ്മച്ചി വഴക്ക് കൂടുന്നത് ഞാൻ കണ്ടിട്ടില്ല, ആർഗ്യൂ ചെയ്യുന്നത് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എടാ, പുറമേ ഒച്ച ഇടാറില്ലെന്നേ ഉള്ളൂ. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിന്നമ്മ അവളുടെ പരിഭവവും പിണക്കവും എല്ലാം എന്നോട് പറയുമായിരുന്നു. ഞാൻ മൂളി കേട്ടോണ്ടെങ്കിൽ കിടക്കും. ഈ ചിന്നമ്മയാണെങ്കിലോ നേരെ മറിച്ച്, ഒരു കാര്യം ശരിയല്ല എന്ന് കണ്ടാൽ അപ്പം തന്നെ പറയും. തമ്മിൽ ഇത്രേ വ്യത്യാസമുള്ളടാ. എനിക്ക് പണ്ടത്തെ ബന്ധത്തിൽ ഒരു മകളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വല നക്കാപ്പിച്ചയും കൊടുത്ത് ഒഴിവാക്കാൻ പറഞ്ഞത് അപ്പച്ചൻ. എന്നിട്ടോ അവളുടെ സൈഡിൽ ചേർന്നിട്ട് എന്നെ കുറ്റം പറയുന്നില്ല. എടാ, അതിപ്പോൾ കഴിഞ്ഞതൊന്നും ഓർക്കാൻ വേണ്ട, പറയാൻ വേണ്ട, നീ ഒന്നും മിണ്ടാതിരുന്നേ. അല്ല, അടുക്കളയിലെ പ്രശ്നം അടുക്കളയിൽ വെച്ച് തീർന്നില്ലായിരുന്നോ? നീ എന്നാത്തിനാ അവളുടെ പുറകെ ചെന്ന് അവളോട് വഴക്കുണ്ടാക്കുന്നിടാ? പിന്നെ എനിക്ക് പറയാനുള്ളത് പറയണ്ടേ? എത്ര പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാവുന്നില്ല. അവൾ എന്നോട് വേറെ ചില കാര്യങ്ങളാണ് പറയുന്നത്. എന്നെ പഠിപ്പിക്കാൻ നോക്കുക.
അപ്പച്ചൻ അറിയാലോ എൻ്റെ സ്വഭാവം. എന്നെ ആരും കൺട്രോൾ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അതൊക്കെ പോട്ടെ. അവസാനം എങ്ങനെയാണ് വഴക്ക് തീർത്തത്? നീ തോറ്റോ അവൾ തോറ്റോ പറ. ഓ, നമ്മളിവിടെ സുഭിക്ഷമായി കഴിഞ്ഞ സമയത്ത് ഓർഫണേജിൽ അവൾ വളരെ പട്ടിണിയായിരുന്നു. എച്ചിൽ പോലും കിട്ടാതെ അവൾ ജീവിച്ചത് എന്നൊക്കെ അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അതെനിക്ക് സഹിക്കാനാവോ അപ്പച്ച? എന്നിങ്ങനെ. അല്ലെങ്കിൽ തന്നെ അതൊക്കെ എൻ്റെ കുറ്റമാണോ അപ്പച്ച? അന്ന് ഞാനിതറിഞ്ഞെങ്കിൽ എൻ്റെ മോൾ വിശന്നിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കുമോ? എടാ, നിനക്ക് അവളോട് പറഞ്ഞുകൂടായിരുന്നു ഞങ്ങളൊന്നും ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന്? പറഞ്ഞിട്ട് എന്താ കാര്യം? അവൾ അനുഭവിച്ചില്ലേ? 23 വർഷമല്ലേ അവൾ അനുഭവിച്ചത്. അത് നമുക്ക് തിരുത്താൻ പറ്റുമോ അപ്പച്ച? സ്റ്റാൻലി വല്ലാതെ വിഷമായിട്ടോ അലീന പട്ടിണി കിടന്നാണ് ഇത്രയും നാൾ വളർന്നതെന്നും അതൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങനെ മിണ്ടാതെ പോയി കസേരയിലിരുന്നിട്ട് വീണ്ടും ഒരു പെഗ് കൂടെ കഴിക്കുകയാണ്. അപ്പോൾ അപ്പച്ചനാണെങ്കിൽ ദയനീയമായിട്ട് നമ്മളെ സ്റ്റാൻലിയെ നോക്കുന്നുണ്ട്. 23 വർഷം അനാഥാലയത്തിൽ ജീവിച്ചവളാണ് എൻ്റെ മോളെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവളുടെ മുഖത്തും നോക്കാൻ പറ്റിയില്ല. 23 വർഷം ജയിലിൽ കിടന്ന് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സഹിക്കും. പക്ഷേ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടായിരിക്കുമല്ലോ. പക്ഷേ അനാഥാലയത്തിൽ ഒന്നും അറിയാതെ ഒരു പിഞ്ചു കുഞ്ഞ് അവിടെ ജീവിച്ചു എന്നും പട്ടിണി കിടന്നു എന്നും ഒക്കെ അറിയുമ്പോൾ എൻ്റെ മനസ്സങ്ങ് തകർന്നു പോവാണ് എന്നും പറഞ്ഞിട്ട് കുടിച്ചും കൊണ്ടിരുന്ന ആ ക്ലാസ് എടുത്തിട്ട് ഒറ്റ അടി കൊടുക്കാട്ടോ മേശപ്പുറത്തും. മനസ്സ് തകർന്നു പോയി. അപ്പോൾ അപ്പച്ചൻ പറയാണ്, സാരയില്ല മോനെ, നീ സമാധാനപ്പെട്, നീ വിഷമിക്കാതെ. നിൻ്റെ മോള് കള്ളത്തരത്തിനും അനീതിക്കും ഒന്നും കൂട്ടി നിൽക്കില്ല. അവളെ മനസ്സിൽ സ്നേഹവും നന്മയും ഒക്കെ ഉള്ളവളാ. അങ്ങനത്തെ മക്കളല്ലേ ലാലിച്ച ഒരു അപ്പൻ്റെ ഏറ്റവും വലിയ അഭിമാനം. അപ്പോൾ ലാലിച്ചൻ അപ്പച്ചനെ നോക്കാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എടാ, ഞാനല്ലേ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ മധ്യസ്ഥം പറയാനുള്ളൂ. ഞാൻ പോയി സംസാരിക്കാം. എനിക്ക് വേണ്ടി അപ്പച്ചൻ മധ്യസ്ഥയൊന്നും പറയാൻ പോണ്ട. അങ്ങോട്ട് ചെന്നാൽ മതി. അവതെ കുട്ടിച്ചായനെ ചിന്നമ്മ വളച്ചൊടിച്ച് ചുരുട്ടി പിടിക്കും. പിന്നെ നിൻ്റെ മോളല്ലേ, അങ്ങനെയല്ലേ വരൂ എന്നും പറഞ്ഞുകൊണ്ട് അപ്പച്ചൻ അവിടെ നിന്ന് അങ്ങോട്ട് എണീറ്റ് പോവാണ് കേട്ടോ. സ്റ്റാൻലിക്കാണെങ്കിൽ ഭയങ്കര വിഷമമായിട്ടോ. അലീന ഇടയ്ക്കിടയ്ക്ക് അനാഥാലയത്തിൻ്റെ കാര്യം പറയുന്നത് തന്നെ അപ്പച്ചന് ഒന്ന് സ്വന്തം പപ്പായുടെ ദേഷ്യം ഒന്ന് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അലീന മുറിക്കകത്ത് ചെന്ന് പപ്പയുടെ വഴക്ക് കേട്ടതും എല്ലാം കൂടെ ആയിട്ട് കരഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അന്നേരമാണ് അപ്പച്ചൻ അങ്ങോട്ട് വന്ന് മോളെ അലീന എന്ന് വിളിക്കുകയാണ്. നീ അവിടെ ഇരുന്ന് ഉറങ്ങുവാണോ കൊച്ചേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പച്ചന് നല്ല സങ്കടമുണ്ട്. അങ്ങനെ അപ്പച്ചൻ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് അലീനയുടെ മുഖത്തേക്കൊന്ന് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ കരയുമായിരുന്നു മോളെ? അയ്യോ ഇല്ല അപ്പച്ച, നിൻ്റെ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നുണ്ടല്ലോ. അത് ഞാൻ 2-3 തവണ തുമ്മി, അതായിരിക്കും എന്ന് പറഞ്ഞ് വീണ്ടും കണ്ണൊക്കെ അങ്ങ് തുടയ്ക്കണുണ്ട് കേട്ടോ. അപ്പോൾ അപ്പച്ചന് കാര്യമൊക്കെ പിടികിട്ടി. ഈ തുമ്മൽ ഞാൻ കുറേ കണ്ടിട്ടുള്ളതാ. എന്നാ പറ്റി നിനക്ക്? പറ, സത്യം പറ. അപ്പോൾ അലീന അങ്ങ് പൊട്ടിപ്പോവുക കേട്ടോ. സങ്കടപ്പെട്ട് പറയുന്നുണ്ട് കരഞ്ഞും കൊണ്ട്. പപ്പ ഇവിടെ വന്ന് കുറേ എന്നെ വഴക്ക് പറഞ്ഞു. ഓ, അത്രയേ ഉള്ളൂ? അവൻ വഴക്ക് പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ അതിശയം. അവൻ ആരെയാണ് വഴക്ക് പറയാത്തത്? അവൻ്റെ അപ്പനായ എന്നെ പോലും വഴക്ക് പറയാറുണ്ട്. ഓ, നമ്മൾ എന്ത് പറഞ്ഞാലും അതിനൊന്നും ഒരു വിലയുമില്ല. അവൻ്റെ സ്വഭാവം അങ്ങനെയാന്നേ. എല്ലാവരും അവനെ അനുസരിക്കണം. പിന്നെ അവൻ കേണലല്ലായിരുന്നോ മിലിറ്ററിയിൽ? അവനെ അനുസരിക്കാൻ എന്തുമാത്രം പട്ടാളക്കാരാണ് ഉണ്ടായിരുന്നെന്നറിയോ? അതൊക്കെ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ അലീനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, കേണൽ മാത്രമല്ലോ, കേണലിൻ്റെ മുകളിലും ഒരുപാട് ഓഫീസേഴ്സ് ഇല്ലായിരുന്നു? അവരുടെയൊക്കെ മുന്നിൽ ഈ കേണൽ താന്ന് നിൽക്കണ്ടേ? അവർ പറയും പോലെ കേൾക്കട്ടെ. പിന്നൊരു കാര്യം, ഈ കേണൽ എന്ന് പറയുന്ന പദവി മിലിറ്ററിയിൽ ഇരുന്നപ്പോൾ ഒരു പദവിയാണ്. ഇപ്പോൾ ഇത് റിട്ടയർഡായി, യൂണിഫോം എല്ലാം ഊരി വച്ചിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴാണ് കേണലാണെന്ന് വിചാരം. അത് കലക്കി, കൈ കൊടുമോളെ എന്ന് പറഞ്ഞ് ചെല്ലുക കേട്ടോ. വേണ്ട, എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടല്ലേ? വേണ്ട, എനിക്ക് കൈയൊന്നും വേണ്ട. മോളെ, നീ അടുക്കളയിൽ കയറി പൗലോസിനോട് അടുക്കളയിലെ കണക്കും കാര്യങ്ങളും പറഞ്ഞില്ലേ? അതുകൊണ്ട് അവന് ദേഷ്യം വന്നത്. അവന് ഇങ്ങനെയൊന്നും പറയുന്നത് ഇഷ്ടമല്ല. കുറച്ച് പൈസ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, അന്തസ്സ് കളഞ്ഞു കുളിക്കില്ലെന്ന അവൻ്റെ ഇത്. ഓ, അതിൻ്റെ പേര് അന്തസ്സെന്നല്ല, അഹങ്കാരമെന്നാണ്. ഓ അതെ, വല്യപ്പച്ചൻ്റെ മോന് ഭയങ്കര അഹങ്കാരം ഇച്ചിരി കൂടുതലാണ്. വലിയ എസ്റ്റേറ്റ് മുതലാളി എന്നാണ് വിചാരം. കൊള്ളാം. എന്നാൽ പിന്നെ മറ്റേ ബാക്കി എല്ലാവരും അംബാനിയൊക്കെ എന്തുമാത്രം അഹങ്കരിക്കണം എന്ന് ചോദിക്കാട്ടോ. ഓ, അവരൊക്കെ എന്തുമാത്രം അഹങ്കരിക്കണം എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ മോളെ? അവരും അഹങ്കരിക്കുന്നുണ്ടാവും. സീരിയസ് ആയിട്ട് ഞാനൊരു കാര്യം പറയുമ്പോൾ എന്നോട് ഇങ്ങനൊന്നും പറയല്ലേ മോളെ. നിന്നോടുള്ള ദേഷ്യത്തിന് വേണ്ടിയിട്ട് അവനിപ്പോൾ 1/2 കുപ്പി കുടിച്ച് തീർത്തു, അറിയാമോ? അയ്യോ, കുറഞ്ഞു പോയല്ലോ. എന്നാൽ പിന്നെ 1 കുപ്പി കൂടെ കൊണ്ടുവയ്ക്ക്. അങ്ങനെ പോയാലേ അധികം വൈകാതെ ലാലിച്ചയും നിന്നെ ഇവിടെ നാട് കടത്തും. അപ്പോൾ അലീന പറയുന്നുണ്ട്, പിന്നെ നാട് കടത്താൻ വേണ്ടി ഇങ്ങോട്ട് വരട്ടെ, ഞാൻ പോകത്തില്ല. നീ പോകത്തില്ല? അപ്പോൾ തല്ലിക്കൊന്നാലും ഞാൻ പോകത്തില്ല എന്ന് പറയാം. ഇന്ന് രാവിലെ വരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് വേറെ എവിടെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ച് ഇവിടെ നാട് വിട്ട് പോകണമെന്നാണ്. പക്ഷേ ഇപ്പോൾ ഞാനത് തിരുത്തി. ആരായെന്ന് നാട് കടത്തുന്നതെന്ന് കണ്ടിട്ട് എൻ്റെ ബാക്കി കാര്യം. അതെന്താണ് പറ്റി നീ തീരുമാനം തിരുത്താനായിട്ട്? അപ്പോൾ അലീന വീണ്ടും ആലോചിച്ചിട്ട് പറയാനുണ്ടോ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.
അഹങ്കാരം തലയ്ക്ക് പിടിച്ച് റിട്ടെടുക്കുകയാണെങ്കിലും അതിന് പറ്റിയ കുറേ വൃദ്ധിമാരും. ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, ഞാൻ ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ആഹാ, അത് ശരി, അപ്പം നീ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലേ? ഇല്ല, ഈ കേണലിന് ഭാര്യയും മക്കളൊന്നും ഇല്ലേ? ആരെയും ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ ഇതുവരെ. കേണൽ അങ്ങോട്ട് പോകുന്നത് ഞാൻ കണ്ടില്ലല്ലോ. ദിവസം എത്രയായി ഞാൻ വന്നിട്ട്? കേണൽ ഇതുവരെ അവർക്ക് ഫോൺ ചെയ്യുന്നത് ഞാൻ കേട്ടില്ല. പിന്നെ കേണലിനെ അവരാരും വിളിക്കുന്നത് മറ്റും കണ്ടില്ല. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? അപ്പോൾ അപ്പച്ചൻ പറഞ്ഞിട്ട്, അതിനിപ്പോൾ എന്താ അർത്ഥം? കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നു. അവരെല്ലാം അഞ്ചല്ല വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുന്നു. അവർക്ക് വേണ്ടതെല്ലാം കിട്ടുന്നുണ്ട്. ലാലിച്ചൻ സുഖമായിട്ട് ഇവിടെയും കഴിയുന്നു. അല്ലാതെ വേറെന്താ? ഓ, ഇതാണോ സുഖമായിട്ടുള്ള ജീവിതം? കുറേ പട്ടികളും കുറേ കുപ്പികളും തട്ടിപ്പുകാരായ കുറേ ജോലിക്കാരും വിസ്കിയും ബ്രാൻഡിയും ഇതൊക്കെ തന്നെയാണല്ലേ സുഖജീവിതം? ഞാനിതെല്ലാം പൊളിക്കും. ഇതിനകത്ത് എന്തോ ചീഞ്ഞ് നാറുന്നുള്ളൂ. ഞാനിതെല്ലാം മാന്തി എടുക്കും. എടി ലാലിച്ചൻ ഇതെല്ലാം കോൺക്രീറ്റ് ഇട്ടതുപോലെ സെറ്റാക്കി വച്ചിരിക്കുകയാണ്. ഇതെങ്ങാനും പൊളിക്കാൻ ചെന്നാലുണ്ടല്ലോ, അവൻ നിന്നെ നിലം തൊടാതെ ഓടിക്കും. അവൻ്റെ കുടുംബകാര്യങ്ങളിലും അവൻ്റെ ഇവിടെയുള്ള ജീവിതങ്ങളിലും ആരെങ്കിലും കൈകടത്താൻ നോക്കിയാലേ അവൻ്റെ സ്വഭാവം മാറും. പിന്നെ പള്ളിയിലച്ചന്മാരും നേതാക്കന്മാരും സമുദായക്കാരും അങ്ങനെ പലരും നോക്കിയതാ, എന്നിട്ടും നടന്നിട്ടില്ല. ഇപ്പോൾ ഒരെണ്ണം ഇങ്ങോട്ട് കേടത്തില്ലല്ലോ. ഓ, അതിപ്പോൾ പട്ടികളെ പേടിച്ചിട്ടായിരിക്കും അല്ലേ? തമാശയൊന്നുമല്ല. ദേ, നീ വേണ്ടാത്ത കാര്യത്തിനൊന്നും പോവല്ലേ, ഞാൻ സമരം ചെയ്യും. നീയേ വേണ്ടാത്ത കാര്യത്തിന് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയല്ല, ഞാനും ലാലിച്ചനും തമ്മിൽ വഴക്ക് കൂടിയാൽ അപ്പച്ചൻ ആരുടെ സൈഡ് നിൽക്കും? ആരുടെ സൈഡ് നിൽക്കണം? നീ തന്നെ പറ. ലാലിച്ചൻ്റെ ഇഷ്ടം പോലെ പറ. ഞാൻ ഇത്രയും നാളും ലാലിച്ചൻ്റെ പക്ഷത്ത് തന്നെ നിന്നത്. ഇനിയിപ്പോൾ കാല് മാറണോ? വേണ്ട, കാല് മാറണമെന്നൊന്നും ഞാൻ പറയത്തില്ല. എന്നാലും ചിന്നമ്മ ഇപ്പുറത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന കാണുമ്പം എനിക്ക് ചെറിയൊരു വിഷമം. ഓ വേണ്ട, ലാലിച്ചൻ്റെ കൂടെ തന്നെ നിന്നോ അപ്പച്ചൻ? ഇല്ല, ഞാൻ ചിന്നമ്മയുടെ കൂടെ തന്നെ നിൽക്കും. ലാലിച്ചൻ പോയി പണി നോക്കട്ടെന്ന്. അത് ശരി. അങ്ങനെയാണെങ്കിലേ ആ കേണലിനെതിരെ നമുക്ക് ഒന്നിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യാം. കേണലിൻ്റെ പടയാളികളെ എല്ലാത്തിനെയും സറണ്ടർ ചെയ്യിച്ച് നമ്മളെ കൂടെ നിർത്തണം. സമ്മതമാണോ? എടി, നിന്നെ കൊണ്ടത് പറ്റും, എനിക്ക് ഉറപ്പാണ്. നീ രാവിലെ പൗലോ എടുത്ത് ഫൈറ്റ് ചെയ്തില്ലേ, അതെനിക്ക് നല്ലപോലെ രസിച്ചു കേട്ടോ. അപ്പം മുതലേ ഞാൻ നിൻ്റെ കൂടെയാണ്. എന്നാൽ പിന്നെ കൈ കൊട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കൈ അടിച്ച് പാസ്സാക്കണം കേട്ടോ. അങ്ങനെ അന്ന് രാത്രി മനുവിനെ അലീനെ വിളിക്കുകയാണ് കേട്ടോ സംസാരിക്കാനായിട്ട്. അപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അന്നേരം അലീന പറഞ്ഞുകൊണ്ട്, ഞാനിവിടെ ഇറങ്ങുവാണെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പരിഹരിക്കാനാണെങ്കിൽ. മിണ്ടാതിരുന്നാൽ മിണ്ടാതിരിക്കാം, അത്രയേ ഉള്ളൂ. ആദ്യം ഞാനും വിചാരിച്ചു ഇവിടെ നിൽക്കണ്ട പോവാന്ന്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. ഈ സ്റ്റാൻലി ജോസഫിൻ്റെ വൈഫോ കുട്ടികളോ എന്തെങ്കിലും അറിഞ്ഞോ അവരെക്കുറിച്ച്? എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. വല്യപ്പച്ചനോട് ഞാനിതൊക്കെ ചോദിച്ചു, പക്ഷേ വല്യപ്പച്ചനാണെങ്കിൽ ഒന്നും വിട്ട് പറയുന്നില്ല. പിന്നെ വേറെ ആരും ഇല്ലേ അലീന? ഇവിടെ കുറച്ച് ജോലിക്കാരൊക്കെ ഉണ്ടേ, അവരുമായിട്ട് ഞാൻ എന്നും വഴക്കാം. എന്തിനാണ് അങ്ങനെ? ഇവിടെ ഗംഭീരമായിട്ടുള്ള വഴക്കാണ്. അവരും എന്നോട് വരാറുണ്ട്, ഞാൻ വിട്ടുകൊടുക്കാറില്ല. സാഹചര്യമാണ് മനുഷ്യനെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും. കേട്ടിട്ടില്ലേ മനുവേട്ടം? എടാ, എന്നിട്ട് നീ ചീത്തയായോ നന്നായോ? ഞാൻ ഇപ്പം നന്നായി. അതെ, ഇപ്പം ഞാൻ നേരിട്ടാണ് യുദ്ധം സ്റ്റാൻലി പപ്പയായിട്ട്. ഇന്നലെ ഒരു യുദ്ധം ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. എടി, ഇതൊക്കെ നീ എങ്ങനെ സാധിക്കുന്നു? അറിയാത്ത വീട് നാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത മനുഷ്യർ എങ്ങനെ സാധിക്കുന്നു? മൂക്കോളം മുങ്ങിയ പിന്നെ നമുക്ക് അതിൽ നിന്ന് കരകയറാൻ പറ്റത്തില്ലല്ലോ. ഇതാണല്ലോ പണ്ടുള്ളവർ പറയുന്നത്. അതാണ് ഇതിലെ കാര്യം. അത്രയേ ഉള്ളൂ. നീ എന്തിനാടി നിൻ്റെ അച്ഛനായിട്ടുള്ള ആ അച്ഛനോട് എന്തിനാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ പോകുന്നത്? എന്തായാലും അവിടെ മാതാശ്രീ എനിക്ക് സമാധാനം തന്നിട്ടില്ല. എന്നാൽ പിന്നെ ഇവിടെ പിതാവിനോട് തന്നെ ഞാൻ അതിൻ്റെ പരിഹാരം തീർക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര കുടിയാണ്. എന്തോരം കുപ്പിയാണെന്നറിയോ കുടിച്ച് തീർക്കണത്. എടി, മര്യാദയ്ക്ക് സ്നേഹിച്ചൊക്കെ പറഞ്ഞൂടെ, എന്നിട്ട് കൂടി നിർത്താൻ നോക്കിക്കൂടെ? ഒരു രക്ഷയില്ല. ആരെങ്കിലും ഉപദേശിക്കുന്നത് ഒന്നും ഇഷ്ടമല്ല കേണലിന്. പുള്ളിക്കാരൻ കൽപ്പിക്കും, നമ്മളനുസരിച്ച് മിണ്ടാതിരുന്നോളണം. അങ്ങനെയൊക്കെ അങ്ങ് ശീലിച്ചു പോയി മനുവേട്ടാ. നിന്നോട് വലിയ സ്നേഹമാണോടി? അതിനെന്തെങ്കിലും കുറവുണ്ടോ? ഇങ്ങനെ സ്നേഹിച്ചിട്ട് എന്താ കാര്യം? മറ്റുള്ളവരോടൊക്കെ ഭയങ്കര സ്നേഹം, അവർക്കൊന്നും ഒരു പരാതിയില്ല. ഞാൻ കൂട്ടിലടച്ച കിളിയെ പോലെ തിന്നും കുടിച്ച് ഇവിടെ ഇരുന്നാൽ മതി എന്നാണ് പറയുന്നത്. ഞാൻ ഒന്നും ചെയ്യണ്ട, കിച്ചണിൽ കയറി പോകരുതെന്നാണ് ഉത്തരവ്. കൊള്ളാം. ഒരു വീട് മുഴുവനും കൈകാര്യം ചെയ്താൽ നീ എങ്ങനെയാണ് കൈകെട്ടി അവിടെ ഇരിക്കും? സേവന മാർഗ്ഗം ആണല്ലോ നിന്നെ പഠിപ്പിച്ചത്. ഇവിടെ ഞാൻ ആരെയും സേവിക്കണ്ട, ഇങ്ങനെ വെറുതെ ഇരുന്ന് തുരുമ്പിക്കാനൊന്നും എനിക്ക് വയ്യ എന്നിങ്ങനെ അലീന സങ്കടം പറയാനുണ്ട് കേട്ടോ മനുവിനോട്. ഇതൊക്കെയാണ് എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്